നവുലെ, ഒരു മെയിൽ വന്നിട്ടുണ്ട് ക്ലയൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്. ഒന്ന് ചെക്ക് ചെയ്തത്. എന്തിനെ കുറിച്ചോ? ബ്ലഡ് ഡൊണേഷൻ്റെ ആട്ടോ. ജോയിൻ ഹാൻഡ് സേവ് ലൈഫ്, അതാണ് ടോപ്പിക്ക്. അത് നന്നായി. അതായത് നമ്മുടെ ടീം ഉണ്ടല്ലോ, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അതെ, ആദ്യം എൻ്റെ പേര് തന്നെ എഴുതിക്കോ. അത് വേണോ? സാറേ, അതിനെ വാങ്ങാനല്ല, കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്തടാ എന്തേ ദ്വാരേ ഈ കണ്ണനരിച്ച് കുറവാണ് കേട്ടോ. അതാ പിന്നെ നമുക്ക് ലിസ്റ്റ് എടുത്താലോ? ഓ, ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഒഴിയാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ പറയുന്നു. ഒരു സോഷ്യൽ സർവീസ് ആണെന്നുള്ളൊരു ബോധമൊന്നും ആർക്കുമില്ല. അതെ, നമുക്ക് എന്തായാലും ഉള്ളവരെ വെച്ച് പ്രൊസീഡ് ചെയ്യാം. അതായത് വഴിയില്ല. വിഷ്ണു ഓഫീസിലുണ്ട്, നമുക്ക് വിഷ്ണുവിനെ ഒന്ന് പോയി കണ്ടാലോ? അതെ, ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുണ്ട്, അതിനെക്കുറിച്ച് പറയാൻ വന്നതാണ്. ലൈഫ് ఎంత അടിപൊളിയല്ലേ അല്ലേ? ഇപ്പൊക്കെ നടക്കട്ടെ, അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. ഞാനേ ആദ്യമായിട്ടാണ് സൗദിക്ക്, പക്ഷെ എനിക്കിവിടെ അടിപൊളി, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഓ വേ ഹലോ, ആരെ? സന്ദീപോ? ഇല്ല, മനസ്സിലായല്ലോ. ആ, അതെ അതെ അതെ. എപ്പോ കിട്ടിയില്ലല്ലോ.
എടാ നിക്ക് നീ എന്താ നീ ഇങ്ങോട്ട് എന്താ കാര്യം എന്ന് വെച്ച് പറ, നീ ഇങ്ങോട്ടാണ് ഓടണത്. എടോ ഇപ്പൊ ചേട്ടന്റെ ഫ്രണ്ട് വിളിച്ചു ജുബൈലിൽ നിന്ന്, ആൾക്ക് ആക്സിഡന്റ് ആയി, വളരെ സീരിയസ് ആണെന്നാ പറയുന്നത്. ബ്ലഡ് വേണമെന്ന് പറയുന്നു, കണ്ടീഷൻ വളരെ മോശമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ എന്താ വേണ്ടത്? അതിന് എന്തിനാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ബ്ലഡ് ഒക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ. അത് കിട്ടില്ല, അത് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ ബ്ലഡ് ഇല്ലെന്ന് അവര് പറയുന്നത്. ബ്ലഡ് എടാ ആർക്കാണ് കൊടുക്കാൻ പറ്റും? ബ്ലഡ് ബാങ്കിലൊക്കെ അത് കിട്ടുന്നതല്ലേ അത്. പിന്നെന്താണ്? ഇത് റെയർ ഗ്രൂപ്പാ പുള്ളിയുടെ. ഏതോ ഗ്രൂപ്പ്? ഓ നെഗറ്റീവ്. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല, എന്ത് ചെയ്യണം? എനിക്ക് എന്റെ ചേട്ടനാടോ വലുത്. നീ ടെൻഷൻ അടിക്കില്ലേ? ആദ്യം ടെൻഷൻ അടിക്കില്ല നിർത്ത്. നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഹലോ സി പി, എന്താ ബ്ലഡോ ആണോ? ആ ഞാൻ നോക്കാം, ഞാൻ ഒപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കാം. ഓക്കെ ഓക്കെ. ഹലോ ആ സി പി, എവിടെയാ ഇപ്പോ? ഏതാ ഗ്രൂപ്പ്? എപ്പോഴാ വേണ്ടേ? ഓക്കെ, ഞാൻ അറേഞ്ച് ചെയ്യാം. ഓക്കെ. എങ്ങനെയെങ്കിലും റെഡിയാവത്. ഒന്നും വിഷമിക്കണ്ട ആവശ്യമില്ല. ഞാൻ 2-3 പേരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആര് വരാനാ, ആര് സഹായിക്കാനാ? എടാ വരും. അത് റേഡാന്ന് ആരെങ്കിലും ഉണ്ടാവൂടാ. വേറെ ഗ്രൂപ്പ് കിട്ടാൻ വകുപ്പില്ല. അവരെന്നെ വിളിച്ചു, അവിടെ ആളില്ലെന്നാ പറഞ്ഞു. ഹലോ, ഈ പിരിയിൽ എവിടാ? എപ്പോഴും നിന്നെ വിളിക്കുന്നത്, നിന്നെ കാണാനല്ലോ ഇപ്പോ. എവിടെ ഇത്? എന്തു പറ്റി? ശരി, ഞാൻ വിളിക്കാം കേട്ടോ. ഹലോ ആ സിറ്റി, എന്തായി നേരത്തെ? എന്തു പറ്റി? അതെയോ, ഏതാ ബ്ലഡ് ഗ്രൂപ്പ്? ആ ഓക്കെ, എവിടെ വെച്ചാ സംഭവിച്ചത്? ഓക്കെ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓക്കെ ശരി. Girls with their nails done now. Girls with their nails done. Girls with their nails done. ഹലോ, കിട്ടിയാ? ഇല്ല സിപി, ഇതുവരെയ്ക്കും കിട്ടിയില്ല. ഇല്ലേ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു. വേറെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. സോറി സിപി. ഹലോ ആ സന്ദീപേ, ഓക്കെ, എന്തായി കാര്യം? ഇല്ലേ? അവര് വിളിച്ചു, അവർക്ക് ബ്ലഡ് കിട്ടുന്നില്ല. അവിടെ ഇല്ല അവരുടെ ബ്ലഡ്. ഞാൻ എന്ത് ചെയ്യാന്ന് അറിയത്തില്ല. റെയർ ഗ്രൂപ്പ്. എടാ നീ വിഷമിക്കല്ലേ? നീ വിഷമിക്കില്ലേ? നീ
ഹലോ ഹലോ സി പി എടാ ഒന്നുകൊണ്ട് നീ വിഷമിക്കണ്ട. ആരെങ്കിലൊക്കെ ഒരാള് നമ്മൾക്കായിട്ട് ഉണ്ടാവൂടാ. CP, എനിക്കിപ്പോഴാണ് ഇതിൻ്റെ വില മനസ്സിലായത്. ഈ ബ്ലഡ് ഡൊണേഷൻ്റെ വാല്യൂ നമ്മളൊക്കെ എന്തോരം അവഗണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക എൻ്റെ ചേട്ടന് വേണ്ടി. സമാധാനം പെടുക. എന്നാ ശരിയോ? ഹലോ, എന്ത്? ആ, താങ്ക്സ് സോ മച്ച്. കിട്ടി, ഡോണറെ കിട്ടി. സൂപ്പർ, ദൈവമുണ്ട് CP, ദൈവമുണ്ട്. എന്നാലും ആരായിരുന്നത്? എന്നാലും CP, അതാരായിരിക്കും ബ്ലഡ് കൊടുത്തത്? ആരായാലും ഇപ്പൊ എന്താ, ഇത് ചേട്ടന്റെ എക്സ്പേർട്ട് ഇല്ലേ? അയാൾ ദൈവത്തിന് തുല്യമാണ്. ഒരാളെ കിട്ടിയല്ലോ, ഇനി നമുക്ക് മറ്റുള്ളവരെ നോക്കാം. അതെ, എങ്കിൽ നമുക്ക് സെക്രട്ടറി തന്നെ പറഞ്ഞോ. ജിത്തു, എൻ്റെ ചേട്ടനെ രക്തം കൊടുത്ത് രക്ഷിച്ചത് അത് ആരാണെന്ന് ഇന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, രക്തദാനം എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുക. I think the girls with their nails done now.